ബൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ബ്രേക്കിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അപ്പം നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ വീഡിയോ കുറേ നാളായിട്ട് ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോഴും വീട് മാറുന്നതിൻ്റെ ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വീഡിയോ ഇങ്ങനെ പെൻഡിങ് ആയി കിടക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോയിലോട്ട് പോകണമെന്ന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനൽ നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബ്രേക്കിങ്ങിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരു മിനിറ്റ്. അതായത് ഇപ്പം നിങ്ങളിപ്പം റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേനായിരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം മെയിൻലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേനും രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇപ്പം ഇറങ്ങുന്ന നമ്മുടെ സ്പോർട്സ് ബൈക്കുകളുണ്ട്. അതായത് ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക ബൈക്കുകൾക്ക് നമുക്ക് കുറേ ഇലക്ട്രോണിക് പരമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ABS, സ്ലിപ്പർ ക്ലച്ച്, ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് മുമ്പിലത്തെ വണ്ടി, അതായത് നമ്മുടെ കമ്മ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സ്പ്ലെൻഡർ, പഴയ സ്പ്ലെൻഡർ, പാഷൻ പ്രോ, പിന്നെ അങ്ങനത്തെ, അതായത് ABS സ്ലിപ്പർ ക്ലച്ചോ ഒന്നുമില്ലാതെ നോർമൽ ബ്രേക്കിങ്ങിൽ ഇറങ്ങുന്ന വണ്ടികളാണ് നമ്മുടെ കമ്മ്യൂട്ടേഴ്സൊക്കെ ഒട്ടുമിക്കതും ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് നമ്മുടെ പഴയ വണ്ടികൾ. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഇലക്ട്രോണിക്സ് ഉള്ള വണ്ടികളുടെ ബ്രേക്കിങ്ങും പഴയ വണ്ടികളുടെ ബ്രേക്കിങ്ങും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം ABS എന്താണെന്ന് അറിഞ്ഞാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ബ്രേക്ക് ലോക്ക് സിസ്റ്റം എന്ന് പറയും. അതായത് നമ്മളെ വണ്ടി ഇപ്പം നോർമൽ കേസസിലാണെങ്കിൽ വണ്ടി നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത്, അതായത് നല്ല ഹാർഡ് ബ്രേക്കിംഗ് പിടിക്കുന്ന സമയത്ത് നല്ലപോലെ കുത്തി ബ്രേക്കിംഗ് പിടിക്കുമ്പോഴത്തേനും ബ്രേക്ക് ജാം ആവും. അതായത് ബ്രേക്ക് പിടിക്കുന്നതെന്ന് പറയുമ്പോൾ വണ്ടി അങ്ങ് ലോക്കായി പോകും, ബാക്കിലത്തെ ടയർ. അപ്പോൾ അങ്ങനെ ലോക്കാകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ വണ്ടി സ്കിഡായി ചറിയൊന്ന് വീഴും. അപ്പം ABS ഉള്ള വണ്ടികളിൽ ആ ഒരു പ്രശ്നം കാണില്ല. അതായത് വണ്ടി നമുക്ക് ലോക്കാവില്ല, അത് ഒരു മോഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ABS ഉള്ള വണ്ടികളിൽ ടയർ ലോക്കായി ചറിയുള്ള പ്രശ്നമൊന്നും വരില്ല. ഇപ്പം സ്ലിപ്പർ ക്ലച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടയർ ലോക്കാവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഇലക്ട്രോണിക്സ് തന്നെയാണ് സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ലിപ്പർ ക്ലച്ചുകളുള്ള വണ്ടികൾക്കും സ്ലിപ്പർ ക്ലച്ച്, ABS അതേപോലത്തുള്ള സാധനങ്ങളുള്ള വണ്ടികൾക്കും ഇതൊന്നും ഇല്ലാത്ത വണ്ടികളും തമ്മിൽ ബ്രേക്കിങ്ങിന് നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ പഴയ സ്പോട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ പയ്യന്മാർ കളിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അപ്പം ഈ ബ്രേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ എന്തായാലും വണ്ടി ഓടിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അതിന് മുമ്പായിട്ടെന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതെ, നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അരുൺലൂപ്പ് എന്ന് തന്നെയാണ് പേര്, അടിച്ച് നോക്കിയത്. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് എന്തായാലും ഇടുന്നതായിരിക്കും. അവിടെ കയറി ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോലെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം എന്നിട്ട് ഇൻബോക്സിൽ മെസ്സേജ് ഇടാം, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഗൈസ്. പിന്നെ ഗൈസ്, നമ്മളെ പലർക്കും ഉള്ളൊരു സംശയമാണ് നമ്മുടെ വണ്ടി അതായത് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് പിടിച്ചിട്ട് ബ്രേക്ക് പിടിക്കാമോ എന്ന്. അതോ ക്ലച്ച് പിടിച്ചിട്ടാണോ ബ്രേക്ക് പിടിക്കുന്നതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് മാറ്റണം കേട്ടോ. ഇപ്പം ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ക്ലച്ച് പിടിച്ചാൽ മതി, ഗിയറിലിട്ടുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോഴേ മറ്റേ ന്യൂട്രലിൽ ചവിട്ടിയിട്ട് അങ്ങനെ നോക്കേണ്ടി വരും. വണ്ടി ഇപ്പം ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്ത് ബ്രേക്ക് പിടിച്ച് നിർത്തിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്രേക്ക് പിടിക്കുമ്പോഴത്തേന്. അല്ലാതെ നോർമൽ രീതിയിൽ തന്നെ നമുക്ക് ബ്രേക്ക് പിടിക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, അതായത് വണ്ടിയുടെ ബ്രേക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണമെന്ന്. ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ, അതായത് ABS, സ്ലിപ്പർ ക്ലച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ വണ്ടികളെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും 70% ഫ്രണ്ട് ബ്രേക്കും 30% മാത്രം ബാക്ക് ബ്രേക്ക് മാത്രം നമ്മൾ പിടിച്ചാൽ മതി. കാരണം എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ വണ്ടി, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കാരണം എന്ന് പറയുമ്പോൾ നമ്മളൊരു 80 to 100 സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു, നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പം ആ ഒരു കിട്ടുന്നൊരു ബാക്ക് ബ്രേക്ക് 70%, നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് 30% പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അത്രത്തോളം എഫക്റ്റീവായിട്ട് ആ ബ്രേക്കിംഗ് കിട്ടണമെന്നില്ല. കാരണം വണ്ടിയുടെ ഫുൾ വെയിറ്റും വന്നിട്ടല്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫുൾ ഫോഴ്സും വന്നിട്ട് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ഒരു 70% പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആയിരിക്കും കിട്ടുന്നത്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം.
ഞാൻ ഫസ്റ്റിലിട്ടു. ബ്രേക്ക് ചെയ്യാൻ പോകണേ. കണ്ടില്ലേ ഗൈസ്, ഞാനിപ്പം എനിക്ക് തോന്നുന്നു ഒരു 100 അടുപ്പിച്ച് ഒരു 80 to 90 സ്പീഡിലാണ് വന്നത്. എൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ RPM ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 7000 റേഞ്ചായിരുന്നു RPM. അപ്പം ആ ഒരു റേഞ്ചിൽ RPMൽ വരുമ്പോഴത്തേനും നമുക്ക് ഒരു 70-30 പ്രൊപ്പോർഷനിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നിട്ടും എഫക്റ്റീവായിട്ട് പിടിച്ച് നിർത്തിയിട്ടില്ല. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. എഫക്റ്റീവായിട്ടൊന്ന് പിടിച്ച് നിർത്തി തന്നെ കാണിച്ചു തരാം. എൻ്റെ RPM നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു 7000-8000 കയറുമ്പോഴായിരിക്കും ഞാൻ ബ്രേക്ക് പിടിക്കുന്നത്. ബ്രേക്കിംഗ് കണ്ടില്ലേ ഗൈസ്, ഇതിപ്പോൾ എങ്ങനെ പോയാലും ഒരു 100 റേഞ്ച് ഞാൻ എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് മീറ്റർ ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റാത്തതാണ്. അപ്പം 70-30 പ്രൊപ്പോർഷനിൽ മാത്രം നമ്മൾ ഇങ്ങനത്തെ ഉള്ള വണ്ടികൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ അല്ലാത്ത നോർമൽ വണ്ടികളിൽ, അതായത് ABSും സ്ലിപ്പർ ക്ലച്ചും ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഒരു 50-50 പ്രൊപ്പോർഷനേറ്റിൽ നമ്മൾ ബ്രേക്ക് പിടിക്കണം. ഫ്രണ്ട് ബാക്കും കൂടുതൽ പിടിക്കാൻ പാടില്ല. അതായത് ഞാൻ പറയുന്നത് ഒരു 60 to 70 റേഞ്ച് സ്പീഡിൽ പോകുമ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 50-50 പ്രൊപ്പോർഷനിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം നമ്മൾ അല്ലാത്ത വണ്ടികളിൽ ബ്രേക്ക് പിടിക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ സൊമാറ്റോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയപ്പോഴത്തേനും എനിക്ക് കണ്ടൂരും കൂടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു മാമൻ പെട്ടെന്ന് എടുത്ത് റൈറ്റിലോട്ട് കയറിക്കൊണ്ട് പോയി. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേനും നല്ലൊരു പാനിക് ബ്രേക്കിംഗ് ആയിരുന്നു. അതായത് പെട്ടെന്ന് പിടിച്ചൊരു ബ്രേക്കിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ ബാക്ക് ടയർ വാരിക്കൊണ്ട് പോയി. എൻ്റെ സ്പ്ലെൻഡറായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേനും, മാക്സിമം നിങ്ങൾ ഈ കമ്മ്യൂട്ടേഴ്സ്, ഇങ്ങനത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ലാത്ത വണ്ടികളാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ, ഒരു മാക്സിമം നിങ്ങൾ ഒരു ട്രാഫിക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് എടുക്കേണ്ട സ്പീഡെന്ന് പറയുമ്പോഴത്തേനും 60 ആണ്. 60ക്കും താഴെ മാത്രം നിങ്ങൾ ഓടിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ പെട്ടെന്ന് ഒരു പാനിക് ബ്രേക്ക് പിടിക്കേണ്ട സമയത്ത്, എൻ്റെ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ആണ്. കാരണം ABS ഉണ്ട്, സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ കൺട്രോൾഡ് ആയിട്ട് വണ്ടി നിൽക്കും. അതുമാത്രമല്ല, ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റും കൂടെ. അതുകൊണ്ട് തന്നെ എത്ര സ്ഥലത്ത് ഞാൻ ഈ ഒരു ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ. അപ്പം ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങും നമ്മുടെ കമ്മ്യൂട്ടേഴ്സിൻ്റെ ബ്രേക്കിംഗ് തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. 70% ഫ്രണ്ട് ബ്രേക്കും 30% ബാക്ക് ബ്രേക്കും വേണം നിങ്ങൾ ഇപ്പം ABS ഉള്ള വണ്ടികളിൽ ഉപയോഗിക്കാൻ. ഇപ്പോൾ ഫ്രണ്ട് ABS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട് ABS ഉപയോഗിച്ച് തന്നെ ബ്രേക്ക് പിടിക്കാവുന്നതാണ്. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഉള്ള പേടിക്കും. മിറർ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചേട്ടന്മാരൊക്കെ പെട്ടെന്ന് വന്ന്, അതായത് നല്ല സ്പീഡിൽ വന്നിട്ട് സഡൻ ബ്രേക്ക് ഇട്ടൊക്കെ പിടിക്കുന്നത്. അപ്പം ഇതേ സെയിം സാധനം തന്നെയാണ്. നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് വേണം കൂടുതൽ അപ്ലൈ. ഇപ്പം ഫ്രണ്ടിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ സിംഗിൾ ചാനൽ ABS എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിനെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ മാത്രമായിരിക്കും ABS വരുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഒരു 90% ഒക്കെ ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90% ഫ്രണ്ട് ബ്രേക്കും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പം ഞാൻ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കൂടുതലും ഗിയർ ബ്രേക്കിംഗ് ആണ് ചെയ്യേണ്ടത്. ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡിലാണ്. ഫോർത്തിലായി. അപ്പോൾ എൻ്റെ ഒരു 6000 RPM ടച്ച് ചെയ്തു. ഞാൻ ഗിയർ ഡൗൺ ചെയ്തു. ഞാൻ ബ്രേക്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്കും പിടിച്ചിട്ടില്ല, ബാക്കിലത്തെ ബ്രേക്കും പിടിച്ചിട്ടില്ല. എൻ്റെ വണ്ടിയുടെ എൻജിൻ തന്നെ ഒരു ബ്രേക്കിംഗ് എനിക്ക് തരുന്നുണ്ട്. ആ ബ്രേക്കിങ്ങിൽ നിർത്തുമ്പോഴാണ് നമ്മളതിനെ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ എൻജിൻ ബ്രേക്കിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മുടെ വണ്ടിയുടെ RPMലാണ് ആ കളി മുഴുവൻ. അതായത് ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഞാൻ ഒരു 3rd ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചോ. എൻ്റെ വണ്ടി 4th ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഏകദേശം ഒരു 8000 RPMൽ കയറുമ്പോഴാണ് 4th ഗിയറിൽ കയറുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ 4th ഗിയർ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് 3rdiലോട്ടാക്കി കൊടുക്കുമ്പോഴത്തേനും 3rd ഗിയറിൽ എൻ്റെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു RPM എന്ന് പറയുമ്പോഴത്തേനും ഒരു 7000 RPM ആയിരിക്കും. അപ്പം ഞാൻ 8000 RPM വേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് നേരെ 3rd ഇടുമ്പോഴത്തേനും
എനിക്ക് അവിടെ 7,000 RPM ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പം തനിയെ തന്നെ ആ ഒരു 8,000 RPM നിന്ന് നമ്മളെ വണ്ടി 6,000 അല്ലെന്നുണ്ടെങ്കിൽ 7,000 RPM വന്നോളും. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻജിൻ്റെ RPM തനിയെ തന്നെ ആ ഒരു 8,000 RPM നിന്ന് 7,000 വരും. അപ്പം നമുക്കൊരു ബ്രേക്കിംഗ് കിട്ടും. വണ്ടിയുടെ എൻജിനിലെ RPM ഇങ്ങനെ കുറയുമ്പോഴത്തേനും നമുക്കൊരു ബ്രേക്കിംഗ് കിട്ടും. അതിനെയാണ് എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ബ്രേക്കിലിപ്പം തൊടുന്നതേ റെയറാണ്. അപ്പോൾ കേസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് എൻജിൻ ബ്രേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതാണ് എൻജിൻ ബ്രേക്കിംഗ്, കണ്ടോ? എൻജിൻ ബ്രേക്കിംഗ് ചെയ്യണതാണ് കേസ് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത കാര്യമല്ലേ, അതിൽ ഞാൻ എൻ്റെ ബ്രേക്കിൽ കാല് വെക്കുന്നതേ റെയറാണ്. ഞാൻ ഗിയറിലാണ് ഫുൾ ആ ഒരു ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബ്രേക്കിൽ കാല് വെച്ചിട്ടേ ഇല്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുന്നത്. അപ്പം ബാക്കി നോർമൽ ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കറക്റ്റായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നൊരു ഡൗട്ടാണ്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എൻജിൻ ബ്രേക്കിങ്ങിനെ പറ്റിയും റഫ് മാച്ചിങ്ങിനെ പറ്റിയുള്ള വീഡിയോയിൽ ഞാൻ എങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്താം. ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കയറി ഫോളോ ചെയ്യുക ഗൈസ്. എൻ്റെ അമ്മോ ഫുഡ് തിരക്കാണല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നത് സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ്